ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ഫേസ് സിറം, രണ്ട് വൈറ്റമിൻ സി ഫേസ് സിറം, മാമയത്തിൻ്റെയും പ്ലമ്മിൻ്റെയും രണ്ടും കൂടി ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ രണ്ട് ഫേസ് സിറവും ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. ഇത് രണ്ടും രണ്ടാമത്തെ ബോട്ടിലാണ്. പ്ലമ്മിൻ്റെയും മാമയത്തിൻ്റെയും രണ്ടാമത്തെ ബോട്ടിലാണ്. അപ്പോൾ ഇത് മാമയത്തിൻ്റെ എന്ന് പറയുന്ന വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സിറമാണ്. ഇത് പ്ലമ്മിൻ്റെ മണ്ടാരിൻ ആൻഡ് വൈറ്റമിൻ സി സിറം. അപ്പോൾ ഇത് രണ്ടും ഗ്ലോ ബൂസ്റ്റ് ആണ് കേട്ടോ. ഇത് നന്നായിട്ട് ഫേസ് ഗ്ലോ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ, ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ കുറച്ച് ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കും. എനിക്കും ഈ പിഗ്മെൻറ്റേഷൻ കാരണമാണ് ഞാൻ വൈറ്റമിൻ സി തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിയത്. പ്ലമ്മിൻ്റെ എനിക്ക് നല്ല സിറമായിട്ട് തോന്നിയിട്ട് നല്ലൊരു റിച്ച് ആയിട്ടുള്ള പാക്കേജിംഗ് ഒക്കെയാണ്. എനിക്കിത് യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിത് ഒന്ന് ലൈറ്റൻ ചെയ്യുന്നുണ്ട്. ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ എനിക്ക് ഒന്ന് ഡള്ളായ പോലെ തോന്നി. അതേപോലെ ഫേസ് എനിക്ക് മൊത്തത്തിൽ ഒന്ന് ലൈറ്റൻ ആയ പോലെ ഫീലിംഗ് തോന്നിയായിരുന്നു. പിന്നെ ഓൾ സ്കിൻ ടൈപ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് നോട്ട് അഡ്വൈസ് ഫോർ ഹൈപ്പർ സെൻസിറ്റീവ് സ്കിൻ. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു ഫേസ് സിറമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് സ്പോട്ട്സ് ലൈറ്റൻ ആവുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അതാണ് ഫസ്റ്റ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യമേ ഉള്ളൂ, നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു റേറ്റ് അത് അഫോർഡബിൾ അല്ല. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്രയ്ക്കും അഫോർഡബിൾ അല്ല. 550 റുപ്പീസാണ് കേട്ടോ. ഈ 20 ml ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 550. ഇതിൻ്റെ റേറ്റ് മാത്രമേ തോന്നിയുള്ളൂ. ബാക്കി റിസൾട്ട് നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. ഇതിൻ്റെത് മാമയത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഒരു തിക്കാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതാ പ്യുവർ വൈറ്റ് ആയിട്ടല്ല, ചെറിയൊരു കളറുണ്ടോ. എല്ലാ സിറവും വാട്ടറി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും മാമയത്തിൻ്റെ വെറും വെള്ളം പോലെ ആയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് തിക്കാണെന്ന് തോന്നി. റിസൾട്ട് നല്ല റിസൾട്ടാണ്. എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് വൈറ്റമിൻ സി, മാമയത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സിറമാണ് കേട്ടോ. ഇതിൽ വൈറ്റമിൻ സി ആൻഡ് ടർമറിക് ഉണ്ട്. ഇത് അഫോർഡബിളാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സിറം ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ മാമയത്തിൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഫോർ റേഡിയൻ സ്കിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് സ്കിന്നിനെ ഒന്ന് ലൈറ്റ് ആക്കും. അതേപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കുന്നുണ്ട്. ഇതിൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്, മെയ്ഡ് സേഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബിഗിനേഴ്സിന് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതുവരെ സിറം യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ബിഗിനേഴ്സിന് ഇത് സൂപ്പറാണ്. 30 ml ഉണ്ട്. ഇത് വെറും 10 ml ആണ്. 10 ml 225 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് 5% വൈറ്റമിൻ സി ഹെൽപ്സ് ബ്രൈറ്റൻ സ്കിൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 5% നിയാസിനമൈഡ് ഉണ്ട്. അത് കുറച്ചും കൂടെ ഈവൻ സ്കിൻ ടോൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ടർമറിക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ലൊരു നാച്ചുറൽ ഗ്ലോ തരും. അതുപോലെ തന്നെ ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ബിഗിനേഴ്സിന് സേഫാണ്. അതുപോലെ തന്നെ സിറം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ട ആ ഒരു ഓർഡറൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് സിറം യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. സിറം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ തരും, യങ് ലുക്കിംഗ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ 25 കഴിഞ്ഞ ആൾക്കാരൊക്കെ സിറം അവരുടെ സ്കിൻ കെയർ റുട്ടീനിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ഒരു ഓർഡറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് വാഷ്, അതിനുശേഷം ടോണർ യൂസ് ചെയ്യുക, അതിനുശേഷമാണ് സിറം യൂസ് ചെയ്യേണ്ടത്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. സ്കിന്നിന് വലിയ ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ടൈമിൽ മാത്രം സിറം യൂസ് ചെയ്താലും മതി കേട്ടോ. എന്തായാലും നമ്മുടെ ഫേസിലുള്ള റിങ്കിൾസൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഏജ്ഡ് സ്കിൻ അല്ലെങ്കിൽ റിങ്കിൾസൊക്കെ വരുന്ന സ്കിന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും സിറം. അപ്പോൾ സിറം നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ച് യങ് ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ ചുളിവുകളൊന്നും വരാതിരിക്കാനും കറുത്ത പാടുകളൊക്കെ മാറ്റാനും എല്ലാത്തിനും നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് സിറം. അപ്പോൾ മാമയത്തിൻ്റെ സിറമാണോ പ്ലമ്മിൻ്റെ സിറമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടും ഈക്വലി റിസൾട്ട് തരുന്ന പോലെ തോന്നി. ഒന്നിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. റിസൾട്ട് രണ്ടിനും സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കണ്ട ഉടനെ കയറി സിറം യൂസ് ചെയ്യാതെ ഏത് സിറം യൂസ് ചെയ്യുകയാണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. കഴുത്തിലോ കയ്യിലേക്കാളും കഴുത്തിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. കാരണം സിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റില്ല. എന്തായാലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് മാത്രമേ സിറം യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.